ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വാർത്ത ചാണക സംഖ്യകളുടെ പൊട്ടത്തരങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്നത് ന്യൂഡൽഹി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ISIക്ക് വേണ്ടി വർഷങ്ങളോളം ചാരവൃത്തി നടത്തിയ നാവികസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റ്. അതായത് ഈ രാജ്യസ്നേഹം തുളുമ്പിയിട്ട് ഇങ്ങനെ കണ്ണിന്റെ മുന്നിലും മൂക്കിന്റെ മുന്നിലൊക്കെ വന്ന് നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അവരാണ് ഈ രാജ്യത്തിന്റെ കുത്തക മുതലാളിമാരെന്നാണ് ഇവർ സ്വയം വിചാരിക്കുന്നത്. സത്യത്തിൽ ഇവന്മാർ തന്നെയാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ മുമ്പിൽ വന്ന് തുണിയില്ല നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. ഈ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും നമ്മൾ എതിരഭിപ്രായം പറയുകയോ ഒരു ബുദ്ധിമുട്ട് പറയുകയോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വഴി നടക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക്, എന്തെങ്കിലും റോഡിന്റെ സെന്ററിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ അപമാനിച്ചു, ഹിന്ദുക്കളെ ഇല്ലാതാക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇവരങ്ങ് മോങ്ങലാണ്. ഇങ്ങനെ ഉള്ളവന്മാർ തന്നെയാണ് ഈ തെമ്മാടിത്തരങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ രാവിലെ ഈ വാർത്ത കാണുമ്പോൾ ഇവർക്കൊക്കെ ഇതൊരു ടൈം പാസ് ആണെന്നാണ് തോന്നുന്നത്. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന വ്യക്തി ഗെയിം അഡിക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഗെയിം അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പണം നഷ്ടപ്പെടുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പണം ആവശ്യപ്പെടുമ്പോഴത്തേക്കും അതിന് പകരമായിട്ട് ഈ രാജ്യസ്നേഹിയായിട്ടുള്ള ഈ ചാണക സംഖ്യ കൊടുത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചാരവൃത്തി നടത്തിയ നാവികസേന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽ ആയിരിക്കും ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അറിയുക എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തെന്നാണ് അറിയുന്നത്. ഇയാൾ ചാരവൃത്തി നടത്തിയെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് നിരന്തരം നിരീക്ഷിച്ച് വരികയാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണുകാന്ത് ഗുപ്ത അറിയിച്ചു. ഇത് നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇനിയും ഇതുപോലുള്ള ചാണകങ്ങൾ ഉള്ളിലാവും എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹിന്ദു നാമധാരിയാണ് ഈ വ്യക്തി. ഇതിന് പകരം ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെയാണ് ഇവന്മാർ കാണിച്ചു കൂട്ടുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനകത്ത് കൂടുതലും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലും മറ്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആളില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവന്മാർ തന്നെയാണ് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളെ ആയിട്ടുള്ള അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള മറ്റുള്ളവരെ ആക്രമിക്കുന്നത്. ഇവര് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഉദ്ദേശം, ഒരു ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ ഈ രാജ്യത്തുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വനിതാ മാനേജറുമാണ് സമൂഹ മാധ്യമങ്ങളുടെ വിശാൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നത്. സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സ്ത്രീയായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നതാണ് പറയുന്നത്. പ്രിയ ശർമ്മ എന്ന് സ്വയം വിളിക്കുന്നത്, ഈ സ്ത്രീയുടെ പേര് റിയൽ അല്ല. പ്രിയ ശർമ്മ എന്ന് സ്വയം വിളിക്കുന്ന ഈ സ്ത്രീ തന്ത്രപരമായി പ്രാധാന്യമുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് വിശാലിന് പണം നൽകിയിരുന്നത്. വിശാൽ യാദവ് ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താൻ ഈ പണം ആവശ്യമായിരുന്നു എന്നുമാണ് പറഞ്ഞിരുന്നത്. ഇത് ഈ ക്യാഷ് കൈമാറുന്നതിനും ചില മറ്റ് കുരുട്ട് ബുദ്ധികളുണ്ട് ഇതിന്. അതായത് ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിംഗ് ആപ്പുകളുണ്ട്. ആ അക്കൗണ്ട് വഴിയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിശാൽ യാദവ് പണം സ്വീകരിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് അക്കൗണ്ട് വഴി ക്രയവിക്രയം നടക്കത്തില്ലല്ലോ. അപ്പോൾ ആ ലിമിറ്റ് കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ട്രേഡിംഗ് ആപ്പ് വഴിയൊക്കെ ഈ ക്യാഷ് എടുക്കുന്നത്. ജയ്പൂരിലെ സെൻട്രൽ ഇൻട്രോഗേഷൻ സെന്ററിൽ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശാൽ യാദവിനെ സംയുക്തമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ റാക്കറ്റിൽ മറ്റാരൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും എത്രത്തോളം വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്നും കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത്. ഇത് നല്ല രീതിയിൽ അന്വേഷണം നടത്തണം. കാരണം ഓൺലൈൻ ഗെയിമുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ഒക്കെ സെക്കൻഡുകൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റാസ് എടുക്കുന്നതിനൊപ്പം തന്നെ ഈ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഡാറ്റാസ് ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിന്റെ IP കോഡുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. കൃത്യമായിട്ട് ഫോൺ നമ്പേഴ്സ് ആയാലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം കൃത്യമായിട്ട് അന്വേഷണം നടക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ്. പക്ഷേ ശിക്ഷ എത്രത്തോളം നടക്കുമെന്നുള്ളതാണ് നമുക്ക് ഒരു ആശങ്കയെന്നുള്ളത്.
അപ്പോൾ എല്ലാവരും തിരക്കാണെന്നറിയാം. നന്ദി, നമസ്കാരം.